അവരാസ്വദിച്ച് പാടി കുടുംബത്തിന് തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട്. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. ഇതെന്ത് ആദർശമാണ് ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്നത്? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക, സോഡാ സർബത്തും കൂട്ടിയടിക്കുക. പേനക്കത്തി കൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ നെഞ്ചത്തും വയറത്തും ഹരിശ്രീ കുത്ത്. അടുത്ത വരി അതാണ് ആ പാട്ടിന്റെ. ഇത് തുള്ളിക്കളിച്ചു പാടി കേരളത്തിലെ യുവത്വം. ഈ ആവേശത്തിൽ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് കൂടെ ചെല്ലുമ്പോ പിന്നെ കുത്തണം എന്നതിൽ അവർക്കൊരു തർക്കമില്ലാതെ വരും. തന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ലെന്ന തീരുമാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് വാപ്പനെ കേൾക്കാത്ത മക്കൾ വരുന്നത്. അതിന്റെയൊക്കെ ഭാഗമാണ് മയക്കുമരുന്നിലും സിന്തറ്റിക് രാസമയക്കുകളിലും നമ്മുടെ യുവതലമുറ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി മാസത്തിൽ മാത്രം മയക്കുമരുന്നിന്റെ അഡിക്റ്റായ ആളുകൾ നടത്തിയ കൊലപാതകത്തിന്റെ എണ്ണം 7 ഈ കൊച്ചു കേരളത്തിൽ. 7. അതിൽ ഉമ്മയെ